താല്പര്യമില്ല. എനിക്ക് ഞാനായിട്ട് എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ ഒരു മടിയും ഇല്ല. നമ്മൾ പോകുന്ന ഒരു സ്പേസിൽ ഓക്കെ ഇത്രയും ഇവിടെ കാണിച്ചാൽ മതി എന്നുള്ള സ്പേസിൽ നമ്മൾ മാറി, പക്ഷെ നമ്മുടേതായ ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നേക്കഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് 25 വയസ്സായിരുന്നു ഋതു ചെയ്യുന്ന സമയത്ത്. 24. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു 10-23 വയസ്സിന്റെ ഒരു മനസ്സാണ്. മനസ്സവിടെ തന്നെ. അതെ, അവിടെ തന്നെ നിൽക്കുകയാണ്. എനിക്ക് സംസാരിക്കുമ്പോഴേ ഇപ്പൊ നമ്മൾ വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണ് സംസാരിക്കണേ, പക്ഷെ നിങ്ങളുടെ സംസാരത്തിന്റെ മാനേഴ്സും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു ചെറിയ പെണ്ണ് നമ്മുടെ മുമ്പിൽ ഇരുന്ന് വർത്താനം പറയുന്നില്ലേ, ബോൾഡായിട്ട് മറ്റേ ഹാർഡായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല എനിക്ക്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിലൊക്കെ അതൊക്കെ ഉണ്ട്, ഉത്തരത്തിലും അതൊക്കെ ഉണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫീൽ ചെയ്യുന്ന ആ ഋതുവിൽ വരുന്ന ആ ചെറിയ പെണ്ണില്ലേ, അയാള് വർത്താനം പറയുന്നത് തന്നെ. എന്റെ കൂടെ ഒരു പ്രശ്നം ഉണ്ടാവും, ഞാൻ പിന്നീടുള്ള ക്യാരക്ടേഴ്സ് ഇവിടെ വിട്ടിട്ടില്ല. ബാക്കിയൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു, അത് ക്യാരക്ടേഴ്സ് ആയിട്ട് കണ്ടു. പക്ഷെ നിങ്ങൾ അന്ന് കണ്ടത് അതിനകത്തായതുകൊണ്ട് ഒരു പക്ഷെ എന്റെ ഫീൽ അതുണ്ട്. ചില സമയത്തൊക്കെ അങ്ങനെയുണ്ട്. ഈ ആക്ടിവിസ്റ്റ് ആവുമ്പോ ഒരു പ്രോബ്ലം ഇത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ നമ്മൾ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓവർ ചിലപ്പോൾ നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. സാധാരണ ഒരു ആർട്ടിസ്റ്റ്, എക്സ്പോസർ ആവാത്ത ഒരു ആർട്ടിസ്റ്റ് വന്ന് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് നമ്മൾ അതൊരു സ്ട്രെയിൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ആളുകൾക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ട്. അതായത് എനിക്ക് ഈ ഒരു സോഫ്റ്റ് സൈഡ് ഉണ്ട് എന്നുള്ളത് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പൊ അവരത്, പക്ഷെ അഗൈൻ നമ്മൾ ഏറ്റവും ട്രൂത്ത്ഫുൾ ആയി നിൽക്കുക എന്നുള്ളത് മാത്രമേ അതിന് വഴിയുള്ളൂ. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ